ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. MLA നിങ്ങൾ എത്രമാത്രം ചെറുതാക്കിയാലും വടകരയിലെ പൊതുസമൂഹം MLA അതിനേക്കാൾ ഉപരിയായി വലുതാക്കുന്ന ഒരു സാഹചര്യമാണ് വടകരയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നയപരിപാടിയുടെ ഒരു ഭാഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 3 വർഷക്കാലം ജോലി ചെയ്യുന്ന ആളുകളെ അവിടെ ഇരുപ്പുറപ്പിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തിക്കൊണ്ട് 16 വർഷമായി വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു ക്ലർക്ക് ജോലി ചെയ്യുന്ന ഒരവസ്ഥ വടകരയിലുണ്ടായി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പൽ UDF കമ്മിറ്റിയും RMB ഒക്കെ സെക്രട്ടറിയെ ഉപരോധിച്ചത് വടകരയിലെ പൊതുസമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വടകരയിലെ തീരാശാപമായി മാറിയിട്ടുള്ള BOT കെട്ടിടം, വടകരയിലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എല്ലാം മന്ദീഭവിച്ചു നിൽക്കുന്നു. നമുക്കറിയാം, വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നമ്മുടെ നാരായണ നഗറിലുള്ള BOT കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ BOT കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിലും ആ BOT കെട്ടിടത്തിന് യാതൊരുവിധ പ്രവർത്തനവും നടക്കാതെ ഒരു മുറി പോലും വാടക കൊടുക്കാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വടകര മുനിസിപ്പാലിറ്റിക്ക് വന്നു ചേരേണ്ട നിക്ഷേപങ്ങളും ആ കെട്ടിടം വാടക കൊടുത്ത് കിട്ടുന്ന കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും ഇല്ലാത്ത ഒരു സാഹചര്യം വടകര മുനിസിപ്പാലിറ്റിയുടെ തനത് കണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയുമായി വടകര മുനിസിപ്പൽ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വടകര നഗരസഭ 50 വർഷക്കാലത്തെ ഒരേ മുന്നണിയുടെയും ഒരേ പാർട്ടിയുടെയും ഭരണത്തിന്റെ ഭാഗമായി ഈ നാട് എവിടെ നിൽക്കുന്നു എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, 1995 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഏതാണ്ട് 60%, അതേപോലെ 28ഓളം വരുന്ന അധികാരങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 30 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടത്, നമ്മുടെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റികൾ, നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ, ഈ 30 വർഷക്കാലത്തിന്റെ വളർച്ചയും വടകര നഗരസഭ 30 വർഷക്കാലത്തെ വികസന മുരടിപ്പുമാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. കൊയിലാണ്ടി നഗരസഭ CPM ഭരിക്കുന്ന നഗരസഭയാണ്. കൊയിലാണ്ടി നഗരസഭ 30 വർഷങ്ങൾക്ക് ശേഷം ഈ നഗരപാലിക നിയമവും അധികാര കൈമാറ്റവും ഫണ്ടും ലഭിച്ചിട്ട് എന്തുമാത്രം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൊയിലാണ്ടി നഗരസഭ നടത്തിയത്.
തലശ്ശേരിയും കണ്ണൂരും നമ്മൾ നോക്കുമ്പോൾ 30 വർഷക്കാലം കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഫണ്ടുകൾ വന്നപ്പോൾ ഫലപ്രദമായി വിനിയോഗിച്ചപ്പോൾ വടകര നഗരസഭ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത നഗരസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന പുതിയ ബസ് സ്റ്റാൻഡ് ഈ പഞ്ചായത്തി രാജ് നിയമത്തിന് മുമ്പ് 1983 ശ്രീ കെ കരുണാകരന്റെ കാലത്ത് കേരള സർക്കാരിന്റെ ഫണ്ട് ഇവിടെ വിനിയോഗിച്ചതാണ്. ഇതുപോലെയുള്ള ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സഖാക്കളെ? പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടു വന്ന വടകര ടൗണിൽ ഇറങ്ങിയാൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കെട്ടിടമാണ് BOT കെട്ടിടം. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായപ്പോൾ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഈ കെട്ടിടത്തിൽ ഒരു നയാ പൈസ പോലും വടകരയുടെ നഗരസഭയുടെ ഖജനാവിൽ വന്നില്ല എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണ് ലിങ്ക് റോഡ്. പാമ്പ് റോഡിന് തുല്യമാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അപകടത്തിൽ മരണപ്പെട്ടുപോയി. നമുക്കറിയാം, കേരളത്തിൽ ഏത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും തൊട്ടടുത്ത് ബസ് ഇറങ്ങുന്ന ഒരു നാടുണ്ടാവും. എല്ലാ സ്ഥലത്തും കോഴിക്കോട് ഇറങ്ങിയാൽ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ബസ്സുണ്ട്. ഒരേ ബസ്സില്ലാത്ത കിലോമീറ്ററുകളോളം നടക്കേണ്ട ഒരു സാഹചര്യം വടകര മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തുള്ള വികസനം നമുക്കറിയാം. ഇപ്പോ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് 30 ലക്ഷം രൂപക്കാണ് BM സ്കൂളിന്റെ മുമ്പിലൂടെ റോഡ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. എന്താ സ്ഥിതി? അവിടെ നിൽക്കുകയാണ്. വകുപ്പുകളുടെ തർക്കം കാരണം അവിടെ നിൽക്കുകയാണ്. യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാത്ത രീതിയിലാണ് ഈ നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വടകരയിൽ ചരിത്രത്തിലാദ്യമായി UDF ഒരു MLA ഉണ്ടായി, KK രമ. വടകരയിൽ ഒരു MP ഉണ്ടായി, കഴിഞ്ഞ 4ാമത്തെ തവണയാണ്. MP-യെയും MLA-യെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഫണ്ടുകൾ എങ്ങനെ ശാസ്ത്രീയപരമായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തേണ്ടതും പ്രവർത്തിപ്പിക്കേണ്ട ഒരു നഗരസഭ അവർ കൈത്തമാണ്. വടകര നഗരസഭയിൽ അവർ കൈത്തമാണ്. ചെയർപേഴ്സൺ ഉദ്ഘാടനം അല്ലെങ്കിൽ അധ്യക്ഷ. ചെയർപേഴ്സന്റെ പേരിങ്ങനെ പൊന്തി വരണം. വലിയ ശീതീകരിച്ച ഇന്നോവ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുക എന്നല്ലാതെ ഈ നാട്ടിന് ഒരു വികസനവും ഒരു പദ്ധതിയും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളേറെ പ്രയാസപ്പെട്ട ഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഇത് ഇവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല. ഞങ്ങൾ BOT കെട്ടിടത്തിന് മുമ്പിൽ 12 മണിക്കൂർ രാപ്പകലില്ലാതെ ഇരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ലിങ്ക് റോഡിന്റെ മുമ്പിൽ ഉപരോധ സമരം ആരംഭിക്കാൻ പോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഈ നാട്ടിൽ എന്ത് വികസനം വന്നു എന്ന് പറയാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ, നേതാക്കന്മാർ നാളെ പറ, എഴുതി വെച്ച BOT-യിൽ 25 കൊല്ലം 18 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിനകത്തേക്ക് വരണമെന്ന് എഴുതി പിടിപ്പിച്ച് കരാറാക്കിയ ആ BOT-ക്കകത്ത് ഒരു പീടിക മുറി കൊടുത്തു പോയിട്ടുണ്ടോ? ആരാ ഉത്തരവാദി? എന്താ മുനിസിപ്പാലിറ്റിക്ക് എന്താ പണി? ഞങ്ങൾ ഇതാ ചോദിക്കുന്നത്. എന്താ മുനിസിപ്പാലിറ്റിക്ക് പണി? ഇവിടെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയിരുന്നു, K മുരളീധരനായിരുന്നു, ഇപ്പോൾ ഷാഫിയാണ്. ഒരു റെപ്രസെന്റേഷൻ ഞങ്ങള് വടകര മുനിസിപ്പാലിറ്റിയോട് ചോദിക്കുക. ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ MP-ക്ക് കൊടുത്തിട്ടുണ്ടോ ഈ കാലം വരെ? അങ്ങനെയല്ലേ ചെയ്യാ? ഒരു പ്രതിനിധി സംഘം പോയി MP-യെ കണ്ട് ഇന്ന ഞങ്ങൾക്ക് ഒരു വടകരയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതല്ലേ മുനിസിപ്പാലിറ്റി വെക്കേണ്ടത്? 50 കൊല്ലം കഴിഞ്ഞാൽ വടകരയുടെ മാസ്റ്റർ പ്ലാൻ എന്താ? ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായി പ്രസംഗിക്കാൻ വന്ന സ്ഥലമാണ്. ഒരു കല്ല് പോലും മാറ്റിയിട്ടിട്ടില്ല. ഇതിവിടെ ഇങ്ങനെ കിടക്കുക. നിങ്ങൾ മറ്റു മുനിസിപ്പാലിറ്റിയിലേക്ക് വാ. ഞാൻ വെറുതെ പറയുന്നതല്ല. മുക്കം മുനിസിപ്പാലിറ്റിക്ക് ആകെ ഒരു 2-3 സെന്റ് സ്ഥലം, മനോഹരമായ ഒരു പാർക്ക്. നിങ്ങൾ മുക്കത്ത് പോകാ, മുക്കം മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് മുക്കത്ത് കാണാൻ, ഇരുവഞ്ഞിപ്പുഴയുടെ തീരങ്ങളിൽ. ഇവിടെയുള്ള പാർക്കിന്റെ ഗതികത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം സൊസൈറ്റിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. വടകരയ്ക്ക് വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, വടകരയ്ക്ക് വരുന്ന ആളുകൾ തച്ചോളി ഉദയനന്റെ കഥ കേട്ട് വരുന്നവരാ, ഉണ്ണിയാർച്ചയുടെ കഥ കേട്ട് വരുന്നവരാ, കളരിപ്പയറ്റിന്റെ കഥ കേട്ട് വരുന്നവരാ, കുഞ്ഞാലി വരക്കാരുടെ കഥ കേട്ട് വരുന്നവരാ, കോട്ടയുടെ കഥ കേട്ട് വരുന്നവരാ. അവര് വടകരയ്ക്ക് വരുമ്പോ അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എന്താ? എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ വടകരയെ അനുഭവപ്പെടുത്തുന്ന എന്താണ് ഉള്ളത്? ഇപ്പൊ കോഴിക്കോട്ട് പട്ടണത്തിൽ വന്നാൽ അഭിമാനത്തോടു കൂടി പറയാം,
നിങ്ങൾ രാത്രി 12:30, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് കോഴിക്കോട് പട്ടണത്തിൽ മുഖദാർ മുതൽ പുതിയാപ്പ വരെ പോയാൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടമുണ്ടാവില്ല. പുലർച്ചെ 3 മണിക്ക് നല്ല കോഴിക്കോടൻ കാവയും കാടമുട്ടയും 4 മണിക്ക് പുലർച്ചെയും കിട്ടും. വടകരയ്ക്ക് 8 മണിക്ക് വന്നാൽ, രാത്രി 8 മണിക്ക് സതീശേട്ട വടകര സ്റ്റാൻഡിൽ വന്നാൽ അയാളുടെ അവസ്ഥ എന്താ? ഏതോ മരുഭൂമിയിൽ നമ്മളെ ഈ ബെന്യാമിന്റെ നോവലിലെ ആടുജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അദ്ദേഹത്തിനെ പോലെ മരുഭൂമിയിൽപ്പെട്ട അവസ്ഥയല്ലേ ഈ വടകര ബസ് സ്റ്റാൻഡിൽ? ഞാൻ പലപ്പോഴും വന്നതാ. വടകര ബസ് സ്റ്റാൻഡിൽ പേടിയാവുക, ഒരു സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിറങ്ങിയാൽ പേടിയാകുക. ഒരു വെളിച്ചം. ഇതൊരു വടകര മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രൗഢി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നെറ്റിൽ കൈവച്ച് ഞങ്ങൾ വടകരയുടെ കൗൺസിലർമാരോട് ചോദിക്കാം, എന്തിനു വേണ്ടി കിട്ടാ കാലാകാലം കുത്തിക്കൊടുക്കുന്നത്? കരിമ്പനപ്പാലത്ത് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മേയറെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കരിമ്പനപ്പാലത്ത് കോൺഗ്രസുകാരും ലീഗുകാരും അല്ലല്ലോ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക. ആണോ തടഞ്ഞു വെച്ചിട്ട്? ആരാ തടഞ്ഞു വെച്ചത്? ഗതികെട്ട ജനങ്ങളാണ്. കാരണം കൊതുകിന് രാഷ്ട്രീയമില്ല. പറന്നു വരുന്ന കൊതുക് അത് കോൺഗ്രസുകാരനെ കണ്ടാലും കടിക്കും, ലീഗുകാരനെ കണ്ടാലും കടിക്കും. മലമ്പനി വരാൻ രാഷ്ട്രീയമില്ല, ആരെയും വരും. കരിമ്പനപ്പാലത്തെ മാലിന്യത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ നോക്ക്. ആ തോട്, കരിമ്പനപ്പാലത്തോട് എന്തെങ്കിലും ഒന്നാക്കാൻ ഈ കാലം വരെ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇനി മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് 10 റുപ്യ കാശ് കിട്ടുന്നതാ. ആ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിനകത്തുള്ള ഒരു കടമുറി വിറ്റുപോയിട്ടുണ്ടോ, കൊടുത്തുപോയിട്ടുണ്ടോ? സൂക്ഷിച്ചു വെച്ചതാ. എന്തിനാ സൂക്ഷിച്ചു വെച്ചത്? ആ ചിലതുണ്ട്, ചില സാധനം സൂക്ഷിച്ചു വെച്ച കുറെ കാലം കഴിഞ്ഞാൽ അതിന് വില കൂടും എന്ന് വിചാരിച്ചു വെച്ചതാണെന്നാ തോന്നുന്നത്. ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇനി ബസ് സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്ക്. എന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. വടകര ബസ് സ്റ്റാൻഡിലേക്ക് വരുമ്പോ എനിക്കിതൊന്ന് വെക്കണം. കാരണം കോഴിക്കോട് പോലെ തന്നെയാ വടകര. ഞാൻ അന്വേഷിച്ചു പീഡിയക്കാരനോട് ക്ലോക്ക് റൂം ഉണ്ടോ. എനിക്ക് പണ്ട് വടകര വന്നപ്പോ ക്ലോക്ക് റൂം പോയ ഓർമ്മയുണ്ട്. ക്ലോക്ക് റൂം ചൂണ്ടിക്കാണിച്ചപ്പോ അവിടെ ലോട്ടറി കച്ചവടം. ആ ക്ലോക്ക് റൂം ചൂണ്ടിക്കാണിച്ചപ്പോ അവിടെ ലോട്ടറി കച്ചവടം. ശരിയോ തന്നെ? നിങ്ങൾ പറ, ശരിയല്ലേ? വടകര ബസ് സ്റ്റാൻഡിനകത്ത് ഒരു യാത്രക്കാരൻ ഇറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവന്റെ ഒരു ബാഗ് 10 രൂപയ്ക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ അത് വടകര ഗവൺമെന്റ് ആണ്. 25 കൊല്ലം മാത്രമേ ഈ സ്റ്റാൻഡ് ഉണ്ടായ കാലത്തുനിന്ന് 1 ഇഞ്ച് മുന്നോട്ട് മാറ്റമുണ്ടായോ ഈ ബസ് സ്റ്റാൻഡിന്? നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക്. ഒരു മാറ്റമുണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കില്ലേ? സാധിച്ചോ? ഇല്ല, സാധിച്ചില്ല. ഒന്നിരിക്കാൻ ഒരിടം അവിടെ ഉണ്ടോ ആ ബസ് സ്റ്റാൻഡിനകത്ത്? ഇവിടെ ഒരു മൂത്രപ്പുരയുണ്ടോ? ഇല്ല. പിന്നെ എന്താ പ്രൊവൈഡ് ചെയ്തത്? എന്താ മുന്നോട്ട് വെച്ചത്? പഴയ കോടതി അത് അവിടെ തന്നെയുണ്ട്, പഴയ കോട്ടപ്പറമ്പ് അത് അവിടെ തന്നെയുണ്ട്, പഴയ ബസ് സ്റ്റാൻഡ് അത് അവിടെ തന്നെയുണ്ട്, നാരായണ നഗരം അവിടെ തന്നെയുണ്ട്, അടയ്ക്കാത്തെരു അവിടെ തന്നെയുണ്ട്, പുതുതായി ലിങ്ക് റോഡ്. എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ഇവിടെ വെച്ച് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞോ? പുറത്തു പോയി ദയവ് ചെയ്ത് പറയരുത്. ഞാൻ അതിന് ചേര റോഡ് എന്ന് പറയാ. ചേര റോഡുമ്മ കൂടി പോകുന്ന അടയാളത്തിലാണ് റോഡുണ്ടായത്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നോക്ക്, എവിടെയാ ലിങ്ക് റോഡ്? കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഉണ്ട് ലിങ്ക് റോഡ്, ബൈപ്പാസ്. ഇവിടെ ഉണ്ടോ സാധനം? ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരന്, ഇവിടുത്തെ ടാക്സിക്കാരന്, ഇവിടുത്തെ കച്ചവടക്കാരന്, ഇവിടുത്തെ ഒന്നുവണ്ടി കച്ചവടക്കാരന്, ഇവിടെ ചെരുപ്പ് കുത്തുന്നവന്, ഇവിടെ ബസ്സിന് വിളിച്ചു കൊടുക്കുന്നവന് എന്തെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ മുനിസിപ്പാലിറ്റിക്കുണ്ടോ? ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.